നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വയസ്സുകാരനായ ഇഹാനെ കൊലപ്പെടുത്തിയത് പിതാവാണ് എന്നുള്ള വാർത്തകളുടെ ഞെട്ടലിലാണ് കേരളം ഒന്നടക്കം. ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ച് അച്ഛനൊപ്പം കിടന്നുറങ്ങിയ മകൻ പിന്നീട് മരണപ്പെട്ടത് കുടുംബത്തിന് ഒന്നടങ്കം സംശയത്തിന്റെ നിഴലിലാക്കിയിരുന്നു. കുടുംബാംഗങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ആ ഭക്ഷണം കഴിച്ചിട്ടല്ല ആ കുഞ്ഞ് മരണപ്പെട്ടത്, സ്വന്തം അച്ഛൻ്റെ കൈകൊണ്ട് മരണപ്പെട്ടു, അതിമൃഗീയമായി മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്നാൽ ഈ കൊലപാതകം പെട്ടെന്ന് ഉറക്കം നശിച്ചതിൻ്റെ ദേഷ്യത്തിൽ ആ കുഞ്ഞിനോട് കാണിച്ച ക്രൂരതയല്ല എന്നും ആ ഇഹാൻ എന്ന് പറയുന്ന ഒരു വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഇയാൾ ഇതിനു മുമ്പും പലതവണ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. ഒരു മാധ്യമത്തിന് ഇപ്പോൾ ഈ കൊലപാതക വിഷയവുമായി ബന്ധപ്പെട്ട ആ കുട്ടിയുടെ അമ്മ നൽകിയിട്ടുള്ള പ്രതികരണമാണ് അത്തരം സംശയങ്ങളിലേക്കും നിഗമനത്തിലേക്കും എത്താൻ കാരണം. പുറത്ത് ഒരാളോട് മിണ്ടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിൽ തന്നെ ചങ്ങലക്കിട്ടതുപോലെയായിരുന്നു ഇയാൾ വളർത്തിയത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. യുവതിയുടെ പ്രതികരണത്തിൽ ഇഹാനെ കൊലപ്പെടുത്താൻ ഇയാൾ പലതവണ ശ്രമിച്ചതായിട്ടുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. നിരന്തരം പീഡനവും ബുദ്ധിമുട്ടുമാണ് താനും കുഞ്ഞും ഷിജിലിന്റെ വീട്ടിൽ അനുഭവിച്ചത് എന്ന് വെളിപ്പെടുത്തുകയാണ് യുവതി. പുറത്ത് ഒരു വ്യക്തിയോട് പോലും മിണ്ടാനുള്ള സ്വാതന്ത്ര്യം പോലും അവർ അയാൾക്ക് നൽകിയിരുന്നില്ല. കുഞ്ഞിനോട് വൈരാഗ്യത്തോടെ കൂടെയാണ് എപ്പോഴും ഷിജിൽ പെരുമാറിയതെന്നും ഒരു തരി സ്നേഹം പോലും ആ കുഞ്ഞിനോട് അയാൾ കാട്ടിയില്ല എന്നും അമ്മയായ കൃഷ്ണപ്രിയ പ്രതികരിക്കുന്നു. ഷിജിലിന്റെ വീട്ടിൽ ചെന്ന് 10 ദിവസത്തിനുള്ളിൽ ഒരു ചാർജറും കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് തന്റെ ഫോൺ ചാർജിംഗ് പോർട്ട് അയാൾ കേടാക്കി. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് താൻ മറ്റൊരാളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കരുത്, തന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മറ്റൊരാളോട് അത് പങ്കിടാൻ സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എന്ന് ഇപ്പോൾ താൻ വേദനയോടെ മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ് യുവതി. പീഡനം ആരോടും പറയാതിരിക്കാനും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ നാട്ടുകാരെ അറിയിക്കാതിരിക്കാനുമായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിൽ ഫോൺ സംവിധാനങ്ങൾ പോലും ഷിജിൽ നശിപ്പിച്ചത് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു. അതേസമയം ഒപ്പം കിടക്കുമ്പോൾ പോലും പുതപ്പുകൊണ്ട് കുഞ്ഞിന്റെ മുഖം മൂടുന്ന രീതിയിൽ പലതവണ അയാൾ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും അതിന് എതിരെ പറഞ്ഞപ്പോൾ തന്നെ ഉപദ്രവിക്കാനും ചീത്ത വിളിക്കാനുമാണ് അയാൾ ശ്രമിച്ചതെന്നും കൃഷ്ണപ്രിയ വെളിപ്പെടുത്തുകയാണ്. കുട്ടി തന്റേതല്ലെന്ന സംശയമാണ് ഷിജിലിനുണ്ടായിരുന്നത്. ആ സംശയമാണ് കുഞ്ഞിനോടുള്ള ദേഷ്യം വ്യക്തമാക്കുന്നത് എന്നും പലപ്പോഴും കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയടക്കം അയാൾ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നും കൃഷ്ണപ്രിയ പറയുകയാണ്. കുഞ്ഞിന്റെ കൈ പിടിച്ച് എപ്പോഴും നോക്കും, കൈക്ക് എന്താ കുഴപ്പം, കണ്ണിന് എന്താ കുഴപ്പം, കുഞ്ഞെന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ടാണ് ആ കുഞ്ഞിനോട് അയാൾ പെരുമാറിയിരുന്നതെന്നും കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിന്റെ മുഖം കണ്ടാലും മതിയടാ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ അപമാനിക്കുന്നതായും യുവതി വ്യക്തമാക്കുകയാണ്. കുഞ്ഞിനോട് ഒരു സ്നേഹവും ഇല്ലാത്ത രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റങ്ങൾ ഓരോന്നും. ഒരു ദിവസം ഞാൻ ഉറക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് നടന്നു പോകുന്നത് കണ്ടു. പക്ഷേ കുഞ്ഞ് ശക്തമായി കരയുകയാണ് ഉണ്ടായത്. അപ്പോൾ താൻ അയാളോട് കുഞ്ഞിനെ തിരികെ തരാൻ ആവശ്യപ്പെട്ടു. ആ സമയത്തും കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നാണ് യുവതി വ്യക്തമാക്കുന്നത്. സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടൂ എന്ന് താൻ അയാളോട് പറഞ്ഞപ്പോൾ കുട്ടിക്ക് വാശിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ദേഷ്യപ്പെടുകയായിരുന്നു. കരഞ്ഞ് കുഞ്ഞിന്റെ ശബ്ദം അടഞ്ഞു കഴിഞ്ഞ ശേഷമാണെന്ന് അയാൾ കുഞ്ഞിനെ ഉറക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നിലേക്ക് തിരികെ നൽകിയതെന്നും യുവതി പറയുന്നു. മിക്ക ദിവസങ്ങളിലും ഇത് തുടരുകയായിരുന്നു. കുഞ്ഞിനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നിട്ടും ഇയാൾ പലപ്പോഴും കുഞ്ഞിനെയും കൊണ്ട് ആരുമില്ലാത്ത ഭാഗങ്ങളിൽ പോയിരിക്കുന്നത് സ്ഥിരമായിരുന്നു. ഇതൊരു പക്ഷേ കുഞ്ഞിനെ ഇത്തരത്തിൽ ഉപദ്രവിക്കാനായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് യുവതി വ്യക്തമാക്കി. എന്റെ കുഞ്ഞിന് ഇയാളെ കാണുന്നതേ ഇഷ്ടമല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ യുവതി വ്യക്തമാക്കുന്നത്. കുഞ്ഞ് മുഖം തിരിക്കുമായിരുന്നു. അച്ഛനടുത്തേക്ക് വരുമ്പോൾ മാത്രം അതിശക്തമായിട്ട് കുഞ്ഞ് കരഞ്ഞിരുന്നത് ഒരുപക്ഷെ അയാളുടെ ഉപദ്രവം മനസ്സിലാക്കിയിട്ടായിരിക്കണം എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഉള്ളുലഞ്ഞുകൊണ്ട് കൃഷ്ണപ്രിയ ഇപ്പോൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഇയാൾ തുടക്കം മുതലേ ആ കുഞ്ഞിനോട് കാണിച്ച ക്രൂരതയുടെ യഥാർത്ഥ അവസ്ഥയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്റെ വീട്ടിലെത്തിയിട്ട് കുഞ്ഞിന് അവിടെയുള്ളവരുമായി അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നില്ലായിരുന്നു എന്നും തന്റെ ഭർത്താവ് കുഞ്ഞിനെ എടുക്കുമ്പോഴൊക്കെ കുഞ്ഞ് വല്ലാതെ കരഞ്ഞിരുന്നുവെന്നും ആ കരച്ചിലിന്റെ തീവ്രത കൂടി വരുന്ന സാഹചര്യമായിരുന്നുവെന്നും ആദ്യമൊന്നും കൊച്ചിനെ അയാൾ എടുക്കാതിരുന്നതും പിന്നീട് കുഞ്ഞിനെ നിർബന്ധമായിട്ട് അയാൾ പിടിച്ചു
പിടിച്ചു വാങ്ങിയതിന്റെയും ഉദ്ദേശം കൊലപാതകം തന്നെയായിരുന്നു എന്നുള്ള സംശയങ്ങളുണ്ട് എന്നും വ്യക്തമാക്കുകയാണ് ഈ യുവതിയുടെ വാക്കുകളിലൂടെ. കുഞ്ഞ് കരയുമ്പോൾ അവിടെ അടുത്ത് ഒരാളെ പോലും നിർത്താൻ അയാൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനോ മറ്റോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ ചുറ്റിലുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റുന്ന രീതി ഒരുപക്ഷെ അയാളുടെ പ്രവർത്തനങ്ങൾ മറ്റൊരാളും അറിയാതിരിക്കാനായിരിക്കണം എന്നുള്ള വിലയിരുത്തലിലേക്കാണ് അക്കാര്യങ്ങൾ എത്തിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വളരെ വേദനിപ്പിക്കുന്ന ക്രൂരതയുടെ കഥകളാണ് ഷിജിലിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ, ഷിജിലിനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള യുവതിയുടെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു നെയ്യാറ്റിൻകരയിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതും. സംഭവ ദിവസം രാത്രി 8:30 ആയപ്പോൾ ഇയാൾ കയറി വരുന്ന സാഹചര്യം. കുട്ടി തന്റെ കയ്യിൽ ഇരിക്കുകയായിരുന്നു. ഒരു ബിസ്ക്കറ്റും കൊണ്ടാണ് അയാൾ അന്ന് വന്നത്. പതിവിൽ നിന്ന് വിപരീതമായിട്ട് കുഞ്ഞിനൊരു ഭക്ഷണവുമായിട്ട് അയാൾ വരുന്നു. അതിനൊരു ദിവസം മുൻപ് ഒരു കവർ ബട്ടർ ബൺ കൊടുത്തത് മാത്രമാണ് അയാൾ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള പലഹാരം എന്ന് പറയാനുള്ളത്. അതല്ലാതെ ക്രിസ്മസിന് പോലും ഒരു ഡ്രസ്സോ സാധനമോ വാങ്ങിക്കൊടുക്കാത്ത പിതാവ് ബിസ്ക്കറ്റ് കൊടുക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് യാതൊരു സംശയവും തോന്നില്ല. പക്ഷെ അത് ഒരുപക്ഷെ അയാൾ ആ കുഞ്ഞിനോടുള്ള അവസാനത്തെ പ്രവർത്തനമായിട്ടായിരിക്കാം കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. എന്തായാലും വളരെ വേദനപ്പെടുത്തുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതക വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് സ്വന്തം കുഞ്ഞിനെ ഭാര്യയോടുള്ള സംശയത്തിന്റെ പേരിൽ കൊലപ്പെടുത്തുന്ന ഒരു അച്ഛന്റെ കഥ അത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഭർത്താവും ഈ പറയുന്ന യുവതിയും കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് അച്ഛൻ നൽകിയിട്ടുള്ള ബിസ്ക്കറ്റ് കഴിച്ചപ്പോഴാണ് കുഞ്ഞ് മരണപ്പെട്ടത്, അല്ലെങ്കിൽ കുഞ്ഞിന് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായത് എന്നുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ പോലീസിനും കുടുംബക്കാർക്കും തുടക്കം മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നിന്നു. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകുന്നു. പിന്നീട് പോലീസ് മാറി മാറി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം യുവാവ് അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ അച്ഛൻ കുറ്റം സമ്മതിക്കുന്നത്. അയാൾ പറയുന്നത് അയാൾക്ക് സംശയമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അയാളുടെ ഉറക്കം നഷ്ടപ്പെടുത്താൻ ഈ കുഞ്ഞൊരു കാരണക്കാരനായി എന്നാണ് പറയുന്നത്. കുഞ്ഞ് ഈ ബിസ്ക്കറ്റും മുന്തിരിയും ഒക്കെ കഴിച്ചത് അത് കൊണ്ടായിരിക്കാം മരണം സംഭവിച്ചത് എന്ന് വിശ്വസിച്ചിരുന്ന നാട്ടുകാർക്ക് മുന്നിലേക്കാണ് ഭാര്യയോടും കുഞ്ഞിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ് അയാൾ ആ 1 വയസ്സ് മാത്രം പ്രായമുള്ള എന്താണ് തനിക്ക് ചുറ്റിലും സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കുഞ്ഞിന്റെ അടിവയറ്റിൽ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് അവിടെ ഉണ്ടായ രക്തസ്രാവത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഫലമായിട്ടാണ് ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. എന്തായാലും ഇയാളുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണ് പോലീസ്. നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നുള്ളതാണ്. ഷിജിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഫോറൻസിക് സർജന്റെ കണ്ടെത്തൽ തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു പിതാവിലേക്ക് പോലീസ് അന്വേഷണം എത്തിയതെന്നും പറയേണ്ടി വരുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ അപകട മരണമായിരിക്കാം എന്ന് കരുതിയിരുന്ന ആ ഒരു മരണം അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഫോറൻസിക് പരിശോധനയൊക്കെ അടിസ്ഥാനത്തിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. കവളാകുളം ഐക്കാര വിളാകം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദമ്പതികളായിരുന്നു ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതികൾ. ഇവരുടെ ഏക മകനാണ് ഇഹാൻ എന്ന് പറയുന്ന അപ്പു. ഈ അപ്പുവിനെയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ചതിനെ തുടർന്ന് കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ള ആദ്യം മുതലുള്ള ഈ ദമ്പതികളുടെ വാദങ്ങളൊക്കെ പിന്നീട് അന്വേഷണത്തിൽ തെളിയുകയായിരുന്നു. ആ അന്വേഷണത്തിൽ ആ വാദങ്ങൾ പൊളിച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന് കാരണം ഈ പിതാവ് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു. ഇപ്പോൾ യുവതി നൽകിയിട്ടുള്ള പ്രതികരണം, ആ പ്രതികരണത്തിൽ ഒരുപാട് ദുരൂഹതകൾ നിൽക്കുകയാണ്. കാരണം തുടക്കം മുതൽ തന്നെ ഇയാൾ ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള പ്ലാനുകൾ നടത്തിയിരുന്നു എന്നുള്ള വിശദമായിട്ടുള്ള നിഗമനത്തിലേക്ക് എത്താൻ പറ്റുന്ന സാധ്യതകളാണ് ഇപ്പോൾ ഈ യുവതിയുടെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. അയാൾ ആരുമില്ലാത്ത സമയത്താണ് പലപ്പോഴും കുഞ്ഞിനെയും എടുത്ത് പല ഭാഗങ്ങളിലും പോയിരിക്കുന്നതെന്നും ആ സമയത്ത് കുഞ്ഞ് അലമുറയിട്ട് കരയുന്നത് പതിവായിരുന്നു എന്നും പറയുമ്പോൾ കുഞ്ഞിനെ ഉപദ്രവിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം എന്നതിലേക്ക് തന്നെ എത്തുകയാണ്. എന്തായാലും തന്റെ മർദ്ദനം കൊണ്ടാണ് കുഞ്ഞ് മരണപ്പെട്ടത് എന്നുള്ള കുറ്റം ഏറ്റെടുത്തിരിക്കുകയാണ് ആ പിതാവ്.